ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുന്നത്. ജൂൺ 6 രാവിലെ നടക്കുന്ന മത്സരത്തിൽ ചിലിയാണ് അർജന്റീനയുടെ എതിരാളികൾ. രാവിലെ ഇന്ത്യൻ സമയം 6:30 ആ മത്സരം നടക്കുക. പിന്നീട് ജൂൺ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഈ മത്സരങ്ങൾക്കുള്ള അർജന്റീനയുടെ പ്രീ ലിസ്റ്റ് അഥവാ പ്രിലിമിനറി സ്ക്വാഡ് നേരത്തെ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു. ഇനിയിപ്പോൾ ഫൈനൽ സ്ക്വാഡാണ് വരാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡ്യൂൾ നൽകിയിട്ടുണ്ട്. അതായത് അർജന്റീന തങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കുക വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്. പ്രീ ലിസ്റ്റിൽ നിന്നും 5 താരങ്ങൾക്ക് ഇപ്പോൾ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. 2 പേർക്ക് ഫുട്ബോൾ ഡിസിഷനുകൾ കൊണ്ടാണ് സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. അതായത് മോശം പ്രകടനത്തെ തുടർന്നാണ് സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. കാസ്റ്റയ്യനോസ്, ഗർണാച്ചോ എന്നിവർക്കാണ് അങ്ങനെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ഇനി പരിക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് 3 താരങ്ങൾക്ക് സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. അലക്സിസ് മാക്കാലിസ്റ്റർ, ഗോൺസാലോ മോന്റിയൽ, നിക്കോ ഡൊമിംഗസ് എന്നിവർക്കാണ് സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ഇനി ആദ്യ മത്സരത്തിൽ 3 താരങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല. അതായത് ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ നിക്കോളാസ് ഓട്ടമെന്റിയും എൻസോ ഫെർണാണ്ടസും ലിയാൻഡ്രോ പരേഡസും ഉണ്ടാവില്ല. ആ 3 താരങ്ങൾക്കും സസ്പെൻഷനാണ്. ഇത്രയും വിവരങ്ങളാണ് ഗാസ്റ്റൻ എഡ്യൂൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, TNT സ്പോർട്സ് അർജന്റീനയുടെ സ്ക്വാഡ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഒഫീഷ്യൽ സ്ക്വാഡ് അല്ല, പക്ഷേ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അവർ ഒരു സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ്, ജെറോണിമോ റുള്ളി, വാൾട്ടർ ബെനിറ്റസ് എന്നിവർ ഉണ്ടാകും. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെഹ്വേൽ മൊളീന, ലിയനാർഡോ ബാലർഡി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടമെന്റി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, വാലന്റൈൻ ബാർക്കോ, മരിയാനോ ട്രോയിലോ, കെവിൻ ലൊമൊണാക്കോ, ഫക്കുണ്ടോ മെഡീന, യുവാൻ ഫോയ്ത്ത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻസോ ബാരിനേച്ചിയ, നിക്കോളാസ് പാസ്, അതുപോലെ തന്നെ ലിയാൻഡ്രോ പരേഡസ്, റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്, ജിയോവാനി ലോചെൽസോ, അതുപോലെ തന്നെ എക്സ്കേൽ പലാസിയോസ്, തിയാഗോ അൽമേഡ. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജൂലിയാനോ സെമിയോണി, ഏഞ്ചൽ കൊറേയ, അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ, ഹൂലിയൻ ആൽവറസ്, നിക്കോളാസ് ഗോൺസാലസ്, ലയണൽ മെസ്സി, ലൗറ്ററോ മാർട്ടിനസ്. ഇങ്ങനെയായിരിക്കും അർജന്റീനയുടെ സ്ക്വാഡ് എന്നാണ് TNT സ്പോർട്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യൽ സ്ക്വാഡ് വരേണ്ടതുണ്ട്. ചില മാറ്റങ്ങൾ നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. പക്ഷേ ഏറെക്കുറെ അർജന്റീനയുടെ സ്ക്വാഡ് ഇത് തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.